ഈ യുദ്ധത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? സോഷ്യൽ മീഡിയയിലോ ചാനൽ ചർച്ചകളിലോ പറയുന്ന പോലെ യുദ്ധം കോമൺ സെൻസിൻ്റെയോ ലോജിക്കിൻ്റെയോ പുറത്തൊന്നുമല്ല നടക്കുന്നത്. യുദ്ധങ്ങൾ സാധാരണ നടക്കുന്നത് രാജ്യം ഭരിക്കുന്ന ആൾക്കാരുടെയും രാജ്യത്തിൻ്റെയും സിറ്റുവേഷൻ അനുസരിച്ചാണ്. ഈ യുദ്ധത്തിന് മൂന്ന് പോസിബിലിറ്റീസേ ഉള്ളൂ. പോസിബിലിറ്റി നമ്പർ 1, ഈ യുദ്ധത്തിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടുള്ള അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ ഈ 3 രാജ്യങ്ങളാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഓൾറെഡി $37 ട്രില്യൺ കടത്തിലുള്ളത്. അതായത് ഇന്ത്യൻ രാജ്യത്തിൻ്റെ GDPയുടെ 12 ഇരട്ടിയാണ് അമേരിക്ക ഓൾറെഡി കടത്തിലുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം $1 ബില്യൺ ചിലവാക്കിക്കൊണ്ടുള്ള യുദ്ധം അമേരിക്ക പ്രഖ്യാപിച്ചത്. ആദ്യത്തെ 4 ദിവസം യുദ്ധം കഴിഞ്ഞപ്പോൾ തന്നെ $4 ബില്യൺ അമേരിക്കക്ക് ചിലവായത്. അതുകൊണ്ട് ഒരുപാട് കാലം അമേരിക്കക്ക് ഇതുപോലെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം, അമേരിക്കക്കും ഇസ്രായേലിനും ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടല്ലോ, അതെടുത്ത് ഉപയോഗിച്ചൂടെ എന്നുള്ളതാണ്. പക്ഷേ അവർക്കത് അങ്ങനെ ഉപയോഗിക്കാൻ സാധ്യമല്ല. കാരണം മുമ്പ് നമ്മൾ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ചത് 80 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ തന്നെ തീരാൻ ഒരുപാട് വർഷങ്ങളെടുത്ത്. ആ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ചതാണ് 2ാം ലോക മഹായുദ്ധം സ്റ്റോപ്പ് ചെയ്യാൻ തന്നെ കാരണമായത്. 2,10,000 ആൾക്കാരാണ് അന്ന് മരിച്ചത്. അന്ന് ലോകം മൊത്തം മനസ്സിലാക്കി ഈ ന്യൂക്ലിയർ വെപ്പണാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള വെപ്പൺ, അതെടുത്ത് ഉപയോഗിച്ചാൽ ലോകം തന്നെ ഇല്ലാതാവുന്നു. ഇന്നത്തെ സ്ഥിതി അതല്ല. ലോകരാഷ്ട്രങ്ങളിൽ 10ലധികം രാഷ്ട്രങ്ങൾക്ക് ഇന്ന് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രം അതെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അത് ഉപയോഗിക്കുക എന്നുള്ളൊരു മൗനസമ്മതം കിട്ടുകയാണ്. അങ്ങനെ ആരെങ്കിലും അതെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ലോകം തന്നെ ഇല്ലാണ്ടാവും. അപ്പോൾ ന്യൂക്ലിയർ വെപ്പൺ വിലക്ക് കൽപ്പിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന 2 രാഷ്ട്രങ്ങളാണ്, ഒന്ന് ഇസ്രായേലും ഒന്ന് അമേരിക്കയും. അമേരിക്കക്ക് ഒരുപാട് കാലം ഈ കാശ് ചെലവാക്കിയുള്ള യുദ്ധമുറകൾ പറ്റാത്തതുകൊണ്ട് തന്നെ അമേരിക്ക മിക്കവാറും കരയുദ്ധത്തിലേക്ക് മാറും. ഇതിനാണ് എസ്കലേഷൻ എന്ന് പറയുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് യുദ്ധത്തിൻ്റെ മോഡ് മാറ്റുക എന്നുള്ളത്. അതല്ലാതെ ഈ ആകാശത്തോടുള്ള മിസൈൽ പരിപാടി ഒരുപാട് കാലം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ തന്നെ ഇക്കോണമീനെ ഇത് ബാധിക്കും. ഇനി അമേരിക്ക ഇറാഖിനെയും അഫ്ഗാനിസ്ഥാനെയും ഒക്കെ മുമ്പ് അറ്റാക്ക് ചെയ്ത പോലെ കരമാർഗം ഇറാനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അത് വളരെയധികം ടഫാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ആർമിയാണ് ഇറാനുള്ളത്. പക്ഷേ എന്ത് തന്നെ സംഭവിച്ചാലും ഇറാൻ്റെ GCC കൺട്രീസോ അറബ് രാഷ്ട്രത്തിൻ്റെ മുകളിലേക്കുള്ള മിസൈൽ അറ്റാക്ക് അതോടുകൂടി അവസാനിക്കും. ഇനി മതത്തിൻ്റെ പേരിലും ഒരു രാജ്യം നന്നാവുന്നതിൻ്റെ കണ്ണുകടി കാരണം എൻ്റെ കമൻറ്റ് ബോക്സിലും ഇൻബോക്സിലും വന്ന് കമൻറ്റ് ചെയ്യുന്ന നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങാനും GCC നശിച്ചു പോയി കഴിഞ്ഞാൽ ലോകം ഇക്കോണമി തന്നെ നശിക്കും. അമേരിക്കൻ്റെ ഇക്കോണമി തന്നെ ഡ്രൈവ് ചെയ്യുന്ന GCC രാഷ്ട്രങ്ങളാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലേക്കല്ലേ നിങ്ങളുടെ രാജ്യത്തേക്ക് വരുന്ന കുക്കിംഗ് ഗ്യാസിൻ്റെ 70% സൗദി, ഖത്തർ എന്നീ രാഷ്ട്രങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ വീട്ടിൽ അടുപ്പ് വിറക് കത്തിച്ച് അരി വേവിക്കേണ്ടി വരും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യത്തിലധികം പ്രശ്നം നിങ്ങളുടെ രാജ്യത്ത് തന്നെ ഉണ്ടാകുമ്പോൾ ഈ പ്രശ്നവും കൂടി കൂട്ടി വെക്കണ്ട. ഈ ലോക യുദ്ധം അവസാനിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോളൂ. ഇത് നിങ്ങൾക്കും ബെനിഫിറ്റ് ഉണ്ടാവും.